എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. CSEB പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് ഒരു കിടിലൻ മാരത്തോൺ വീഡിയോ ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ മുഴുവൻ പോർഷൻസിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമറും ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്. തീർച്ചയായിട്ടും ഇത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാവും. ഞാനിനി പറയാൻ പോകുന്ന ചോദ്യത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണ്ട നല്ല കിടിലൻ ചോദ്യങ്ങളാണ്. നേരെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. CSEBയുടെ ഗോൾഡ് ബാച്ച് എൻട്രിയിൽ ആരംഭിക്കുന്നുണ്ട്. സെപ്റ്റംബർ 8 ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇനിയും വരുന്നുണ്ട് കോഴ്സ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഹി കെയിം ലേറ്റ്, ഡിഡിൻ ഹി ഗിവ് എ പോസിറ്റീവ് ആൻസർ. സാധാരണ ക്വസ്റ്റ്യൻ ടാഗായിട്ടാണ് ചോദിക്കുന്നത്. ഹി കെയിം ലേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് കൊടുത്തിട്ടുണ്ട് ഡിഡിൻറ്റ് ഹി, എന്നിട്ട് പറഞ്ഞ് പോസിറ്റീവ് ആൻസർ കൊടുക്കാൻ. ആ ചോദ്യത്തിന് ഒരു പോസിറ്റീവ് ആൻസർ. പോസിറ്റീവ് ആൻസർ കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ യെസ് എന്ന് കൊടുക്കണം. യെസ്. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ടാഗിനെ അങ്ങ് തിരിച്ചിടണം. ഹി ഡിഡിൻറ്റ് അല്ലേ? അതെ. പക്ഷെ ഇൻറ്റ് ചേർക്കരുത്. പോസിറ്റീവ് ആൻസറിൽ പിന്നെ നോട്ട് വേണ്ട. യെസ് ഹി ഡിഡ്. അപ്പോൾ പോസിറ്റീവ് ആൻസർ എഴുതാൻ പറഞ്ഞാൽ യെസ് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ടാഗിനെ തിരിച്ചിടണം. പോസിറ്റീവ് ആൻസർ ആയതുകൊണ്ട് ഡിഡിൻറ്റ് വേണ്ട. യെസ് ഹി ഡിഡ്. രണ്ടാമത്തെ ഹി വോണ്ട് ഹെൽപ്പ് അസ് വിൽ ഹി ഗിവ് എ നെഗറ്റീവ് ആൻസർ. ഹി വോണ്ട് ഹെൽപ്പ് അസ് എന്നുള്ളതിൻ്റെ ടാഗാണ് വിൽ ഹി. ഈ വിൽ ഹിക്ക് ഒരു നെഗറ്റീവ് ആൻസർ കൊടുക്കാൻ പറയും. ഇത് തന്നെ ചെയ്താൽ മതി. നെഗറ്റീവ് ആൻസർ പറയുമ്പോൾ നോ എന്ന് എഴുതിയിട്ട് കോമ ഇട്ടിട്ട് തിരിച്ചിടണം. ഹി വിൽ. വില്ലിൻ്റെ നെഗറ്റീവ് എഴുതണം. നെഗറ്റീവ് ആൻസർ ആകുമ്പോൾ നോട്ടും കൂടെ ചേർക്കണം. നോ ഹി വിൽ നോട്ട് എന്നോ നോ ഹി വോണ്ട് എന്നോ എഴുതണം. ഇങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആൻസറും നെഗറ്റീവ് ആൻസറും ചോദിക്കാം. ഇതാണ് മെത്തേഡ്. തിരിച്ച് പോസിറ്റീവ് ആൻസർ ആണെങ്കിൽ എസ് എന്ന് എഴുതണം, നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ നോ എന്ന് എഴുതണം. എന്നിട്ട് പോസിറ്റീവ് ആൻസർ ആണെങ്കിൽ തിരിച്ചിട്ടിട്ട് നോട്ട് കളയണം. നെഗറ്റീവ് ആൻസർ ആണെങ്കിൽ തിരിച്ചിട്ടിട്ട് നോട്ട് ചേർക്കണം. അത്രയേ ഉള്ളൂ. ഐ ആം റൈറ്റ്. നമുക്കറിയാം ഐ ആം എന്നും പറഞ്ഞ് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആറിൻ്റെ ഐ ആണ്. ആറിൻ്റെ ഐ. എന്നാൽ ഐ ആമിന് ശേഷം നെഗറ്റീവ് വേർഡ് വന്നാൽ ഐ ആം നോട്ട് എന്നോ ഐ ആം നത്തിങ് എന്നോ ഒക്കെ വന്നാൽ ആമൈ ആണ്. ഇത് ശ്രദ്ധിക്കുക. ആമൈ. ആറിൻ്റെ ഐ ആമൈ. ഇപ്പം എന്താ? ഐ ആം വന്നാൽ ആറിൻ്റെ ഐ, ഐ ആം നോട്ടോ നെഗറ്റീവ് വന്നാൽ ആമൈ. നെക്സ്റ്റ്. എവ്രി വൺ വാസ് ഹാപ്പി. വാസ് പോസിറ്റീവ് ആയതുകൊണ്ട് വാസിൻ്റെ. സഹായക്രിയ വാസ് പോസിറ്റീവ് ആയതുകൊണ്ട് വാസിൻ്റെ. എവ്രി വൺ വന്നാൽ ദേ. അതറിയാവോ? സമ്മൺ സംബടി, നോ വൺ നോബഡി, എനിവൺ എനിബഡി, എവ്രി വൺ എവരിബഡി, നൺ ഇവയൊക്കെ വന്നാൽ ദേ ആണ്. ആൻസർ വാസിൻ്റെ ദേ എന്ന് വരും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ദേയുടെ കൂടെ വാസ് ചേരത്തില്ല. അതുകൊണ്ട് വാസിനെ വേറാക്കണം. ഇത് പലർക്കും അറിയാത്ത കാര്യമാണ്. വേറിൻ്റെ ദേ എന്നാക്കണം. വാസ് വന്നാൽ വേറാകും. എപ്പോഴാ? ദേ ആണെങ്കിൽ. ദേയുടെ കൂടെ വാസ് ചേരത്തില്ല. പ്ലൂറലാക്കണം. വേറിൻ്റെ ദേ. ആൻസർ വേറിൻ്റെ ദേ. എന്താ ചെയ്തത്? സഹായക്രിയ വാസായിരുന്നു, പോസിറ്റീവ് ആയതുകൊണ്ട് വാസിൻ്റെ ദേ എന്ന് കിട്ടി. എവരി വൺ വന്നാൽ ദേ. പക്ഷേ വാസിൻ്റെ ദേ ഒരിക്കലും ചേരത്തില്ല. അതുകൊണ്ട് വേറിൻ്റെ ദേ ആക്കി. നെയ്തർ ഓഫ് ദം ന്യൂ ദ ആൻസർ. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അവസാനത്തെയാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. നെയ്തർ ഓഫ് ദം ന്യൂ ദ ആൻസർ. സെന്റൻസിൽ സഹായക്രിയ ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു ഡസ് ഡിഡ് കണ്ടുപിടിക്കണം. അത് പാസ്റ്റ് ആയതുകൊണ്ട് ഡിഡ്. ന്യൂവിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് കിട്ടും. നെയ്തർ നെഗറ്റീവ് ആയതുകൊണ്ട് ഡിഡിൻറ്റ് വേണ്ട, നെഗറ്റീവ് ആക്കണ്ട. ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ദം വന്നാൽ ദേ. ആൻസർ ഡിഡ് ദേ എന്ന് വരും. ആൻസർ ഡിഡ് ദേ. നെക്സ്റ്റ്. നെയ്തർ ഓഫ് ദം ഡാഷ് ഹാർഡ് വർക്കിംഗ്. നെയ്തർ ഓഫ് ദം ഡാഷ് ഹാർഡ് വർക്കിംഗ്. റൂൾ അറിയാവോ? വൺ ഓഫ് നെയ്തർ ഓഫ്. ഈ റൂൾ അങ്ങ് പഠിച്ചു വെച്ചോണം. ഇനി സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിലേക്ക് കടക്കുക നമ്മൾ. വൺ ഓഫ്, നെയ്തർ ഓഫ്, എയ്തർ ഓഫ്. ഇവയ്ക്ക് ശേഷം എപ്പോഴും സിംഗുലർ വെർബേ എഴുതാവുള്ളൂ. സിംഗുലർ വെർബ്. സിംഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ എസ് ഉള്ള വെർബ്. ആറല്ല, വേറല്ല, ഹാവല്ല, ഈസ്. എസ് ഉള്ള വെർബ്. നെയ്തർ ഓഫ്, വൺ ഓഫ്, എയ്തർ ഓഫ് വന്നാൽ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കണം. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ്. നെയ്തർ ഓഫ് ദം ഈസ്. ഈച്ച് ഓഫ് അസ് ഡാഷ് ഗിവൻ എ പ്രൈസ്. ഈച്ച് എവിടെ കണ്ടാലും സിംഗുലർ. ഈച്ച് എവിടെ കണ്ടാലും. ഈച്ച് എന്ന് വന്നാലോ ഈച്ച് ഓഫ് എന്ന് വന്നാലോ ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ആൻഡ് ചേർത്ത് വന്നാലും ഈച്ച് എവിടെ കണ്ടാലും സിംഗുലർ. ഹാവ് പ്ലൂറൽ, ഹാവ് ബീൻ പ്ലൂറൽ, വെയർ പ്ലൂറൽ. ആൻസർ ഹാസ്. അപ്പോൾ കാണാൻ പഠിച്ചോ? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ ഈച്ച് വന്നാൽ സിംഗുലർ ആയിരിക്കും എവിടെ വന്നാലും. ദ ടു ഗേൾസ് ലൈക്ക് ഡാഷ് വെരി മച്ച്. ടു ഗേൾസ് ലൈക്ക് ഡാഷ് വെരി മച്ച്. ഈച്ച് വെരി മച്ച് എന്ന് പറയത്തില്ല. നൺ ഓഫ് ദീസും വരത്തില്ല. വൺ അനദർ ആണോ ഈച്ച് അതർ ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പ്രോനൗണായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഈച്ച് അതറാണ്.
വൺ അനദർ അല്ല, ഈച്ച് അതർ. നെക്സ്റ്റ്, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹർ കോഴ്സ്. ടെൻസ് ആണ്, നമ്മൾ ടെൻസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്, ഇനിയും വരുന്നുണ്ട് ഇതുപോലത്തെ ചോദ്യം. ബൈ ദിസ് ടൈം, ശ്രദ്ധിക്കണം, ബൈ ദിസ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്യൂച്ചർ ടൈം പറയും, ഫ്യൂച്ചർ ആക്ഷൻ, ഫ്യൂച്ചർ ടൈം. ബൈ ദിസ് ടൈം ടുമോറോ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഡേ, ബൈ ദിസ് ടൈം നെക്സ്റ്റ് മന്ത്, ബൈ ദിസ് ടൈം നെക്സ്റ്റ് വീക്ക്, ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഒക്കെ വന്നാൽ ഒന്നുകിൽ വിൽ ബി ING, ഒന്നുകിൽ ഈ ഫോം വരും, അല്ലെങ്കിൽ വിൽ ഹാവ് V3, ഈ ഫോം വരും. ഇതിലേതെങ്കിലും ഒരു ടെൻസേ വരൂ, ഉറപ്പിച്ചോ. ആദ്യത്തേത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്, രണ്ടാമത്തേത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. പേരറിയത്തില്ലെങ്കിൽ ഈ ഫോം ഓർത്ത് വെച്ചോ. ഇതിനകത്ത് വിൽ ബി കംപ്ലീറ്റിംഗ് ഉണ്ട്, വിൽ ഹാവ് കംപ്ലീറ്റഡ് ഉണ്ട്. ഇതിലേതോ ഒരെണ്ണമാണ്. ഇനി അതിലേതാന്ന് കണ്ടുപിടിക്കാൻ അർത്ഥം നോക്കണം. നാളെ ഇതേ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ വിൽ ബി ING, നാളെ ഇതേ സമയത്ത് കഴിയാൻ പോകുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ വിൽ ഹാവ് V3. ഇപ്പോൾ ഉദാഹരണത്തിന്, ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ഫ്ലൈയിങ് ടു ദുബായ്. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ഫ്ലൈയിങ് ടു ദുബായ്. നാളെ ഇതേ സമയത്ത് ഞാൻ ദുബായിലോട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ ഇതേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ. നാളെ ഇതേ സമയത്ത് കഴിയുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ വിൽ ഹാവ് V3. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. നാളെ ഇതേ സമയത്ത് ഞാൻ ആ ജോലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. ഇതിലേതാ അത്? ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഹർ കോഴ്സ്. വിൽ ഹാവ് കംപ്ലീറ്റഡ്, ഒരിക്കലും കംപ്ലീറ്റിംഗ് എന്ന് പറയത്തില്ലല്ലോ, കംപ്ലീറ്റഡ്, വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഓർത്തു വെച്ചോ. ബൈ ദിസ് ടൈമിന് ശേഷം ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു ആക്ഷൻ വന്നാൽ, ഒരു ടൈം വന്നാൽ, ഒന്നുകിൽ വിൽ ബി ING അല്ലെങ്കിൽ വിൽ ഹാവ് V3. അർത്ഥം വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഷീ ഡാഷ് 3 ലാംഗ്വേജസ്, നൗ ഷീ ഡാഷ് എ 4th. സൂപ്പർ ചോദ്യമാണ്. അവൾക്ക് 3 ഭാഷ അറിയാം, അവളിപ്പം 4ാമതൊരെണ്ണം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ 2 ടെൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്, 2 സെപ്പറേറ്റ് ടെൻസ് ആയിട്ട്. എവറി ഇയർ ഐ ഗോ ടു ഊട്ടി, എല്ലാ വർഷവും ഞാൻ ഊട്ടിയിൽ പോകും, ഗോ സിമ്പിൾ പ്രസൻറ്റ്. ദിസ് ഇയർ ഐ ആം ഗോയിങ് ടു കൊടൈക്കനാൽ, ഈ വർഷം ഞാൻ കൊടൈക്കനാലിൽ പോകുന്നു. അപ്പോൾ ഈസാമാർ ING. അത് തന്നെ ഇവിടെ. എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ നോ ഇംഗ്ലീഷ്. അവൾക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് പറയുമ്പോൾ ഷീ നോസ്. അവൾക്ക് 3 ഭാഷ അറിയാം, ഷീ നോ, സിമ്പിൾ പ്രസൻറ്റ് മതി. നൗ ഷീ ഈസ് ലേണിംഗ്, ഇപ്പോൾ അവൾ 4ാമതൊരെണ്ണം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ്, ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇതുപോലത്തെ പല ടൈപ്പ് ഉണ്ട്. ഐ നോ 3 ലാംഗ്വേജസ്, നൗ ഐ ആം ലേണിംഗ് എ 4th. ഐ ഗോ എവറി ഇയർ ഐ ഗോ ടു ഊട്ടി, ദിസ് ഇയർ ഐ ആം ഗോയിങ് ടു കൊടൈക്കനാൽ. മനസ്സിലായോ? ആദ്യം സിമ്പിൾ പ്രസൻറ്റും പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ്. ചോദിക്കാം, ബിഫോർ ഹി ഡാഷ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ്. എപ്പോഴും പഠിപ്പിക്കുന്ന 2 ഭൂതകാല സംഭവങ്ങൾ ഒറ്റ സെൻറ്റൻസിൽ പറയുമ്പോൾ അവിടെ സാധാരണ ഉപയോഗിക്കുന്നത് ബൈ ദ ടൈം. ബൈ ദിസ് ടൈം അല്ല, ബൈ ദ ടൈം. മുമ്പേ പറഞ്ഞത് ബൈ ദിസ് ടൈമാണ്, അതും ഇതും വ്യത്യാസമാണ്. ബൈ ദ ടൈം, വെന്ന്, ബിഫോർ, ആഫ്റ്റർ, ഇവ ചേർത്ത്. ബൈ ദ ടൈം, വെന്ന്, ബിഫോർ, ആഫ്റ്റർ ഇവ ചേർത്ത് പാസ്റ്റിലെ 2 സംഭവങ്ങൾ ഒറ്റ സെൻറ്റൻസിൽ പറയുമ്പം ആദ്യം നടന്ന സംഭവം ഹാഡ് പ്ലസ് V3 പറയണം. രണ്ടാമത്തെ സംഭവം V2 പറയണം. നടന്ന ക്രമത്തിനനുസരിച്ചാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പോയിരുന്നു. ആദ്യം നടന്നത് ട്രെയിൻ പോയതാ, അത് ഹാഡ് പ്ലസ് V3 പറയണം. ഹാഡ് ലെഫ്റ്റ്. രണ്ടാമത്തെ സംഭവം റീച്ച്ഡ്. കണ്ടോ? ബിഫോർ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ബിഫോർ ഹി റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ് ദ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ്. ഡോക്ടർ വരുന്നതിന് മുമ്പേ ആദ്യം നടന്ന രോഗി മരിച്ചതാ, അതുകൊണ്ട് ആ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ്. പിന്നെ ഡോക്ടർ വന്നത്, ഡോക്ടർ അറൈവ്ഡ്. കണ്ടോ? ഭൂതകാലത്തിലെ 2 സംഭവങ്ങൾ ബിഫോർ, ആഫ്റ്റർ, ബൈ ദ ടൈം, വെൻ ഇവ ചേർത്ത് കണക്ട് ചെയ്യുമ്പം ആദ്യം നടന്ന സംഭവം ഹാഡ് പ്ലസ് V3, രണ്ടാം നടന്ന സംഭവം V2 എഴുതണം. ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റും V2 സിമ്പിൾ പാസ്റ്റ്. ഇതേപോലെ മോഡൽ ഒരു ചോദ്യം കാണും, ഉറപ്പാണ്. ടെൻസ് എല്ലാം പറയുന്നുണ്ട്. വെൻ ഹി ഡാഷ് ദ റൂം ഹിസ് സൺ ഡാഷ് ഇൻ ഹിസ് ചെയർ. ഇതും ചോദിക്കാം, പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നതാ. ഞാൻ റൂമിലേക്ക് കയറുമ്പോൾ അവൻ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ചെയറിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. ആയിരുന്നു എന്ന് പറയുന്നത് വാസ് ഓർ വെയർ ING പറയണം, മറ്റേത് V2 പറയണം. കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ആക്ഷൻ വാസ് ഓർ വെയർ ING പറയണം. രണ്ടാമത്തെ V2, അതെപ്പോഴും V2 ആയിരിക്കും, സിമ്പിൾ പാസ്റ്റ്. വെൻ ഹി എൻറ്റേർഡ് ദ റൂം, എൻറ്റേർഡ് V2. വെൻ ഹി എൻറ്റേർഡ് ദ റൂം ഹിസ് സൺ വാസ് സ്ലീപ്പിംഗ് ഇൻ ഹിസ് ചെയർ. കണ്ടോ? വാസ് സ്ലീപ്പിംഗ് അങ്ങനെ പറയണം. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് നടക്കുകയായിരുന്നു. വെൻ ഐ എൻറ്റേർഡ് ദ റൂം മൈ പാരൻസ് വാസ് വെയർ വാച്ചിങ് ടെലിവിഷൻ. കണ്ടോ? വാസ് ഓർ വെയർ ING. വെൻ ഐ എൻറ്റേർഡ് ദ കിച്ചൺ മൈ മദർ വാസ് കുക്കിംഗ്. കണ്ട? അതാ സാധനം. ഇതേ മോഡൽ വരും, ഓർത്ത് വെച്ചു. അവിടെ മിക്കവാറും വെൻ ആയിരിക്കും. ഫൈൻഡ് ഔട്ട് ദ എറർ ഇൻ ദ സെന്റൻസ്. ഈ സെന്റൻസിൽ തെറ്റുണ്ട്. വൺ ഹാസ് ടു ഡു ഹിസ് ഡ്യൂട്ടി, നോ എറർ. തെറ്റ് തിരുത്താൻ.
സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിനകത്ത് എഴുതിയ വൺ വന്നാൽ എപ്പോഴും വൺസ് എന്ന് പൊസസീവ് വരണം. വൺസ് ഡ്യൂട്ടി, ഒരിക്കലും ഹിസ് ഹെർ ഉപയോഗിക്കത്തില്ല. വൺ ഹാസ് ടു ഡു വൺസ് ഡ്യൂട്ടി, ഹിസ്സും ഹെറും ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ചോദ്യം, പീപ്പിൾ ബിലീവ് ദാറ്റ് ദ ഗോഡ് ഈസ് ഓംനി പ്രസന്റ്. ഗോഡ്, ഹെല്ല്, ഹെവൻ ഇവയുടെ മുമ്പിൽ ആർട്ടിക്കിൾ ആവശ്യമില്ല. അപ്പൊ തെറ്റെവിടാ? ദ വേണ്ട, ബി. ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ, തെറ്റ്. ദ ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ആനിമൽ. ഒരു സിംഗുലർ കൗണ്ടബിൾ നൗൺ ആ വിഭാഗത്തെ മുഴുവൻ പരാമർശിക്കുമ്പോൾ അതിനു മുമ്പിൽ ദ ഉപയോഗിക്കണം. ഉദാഹരണം, ദ ലയൺ ഈസ് ദ കിങ് ഓഫ് ആനിമൽസ്. കാട്ടിലെ രാജാവാണ് സിംഹം എന്ന് പറയുമ്പോൾ ഏത് സിംഹമാണ്? സിംഹവർഗത്തിൽപ്പെട്ട മൊത്തത്തിനെയും പരാമർശിച്ചാണ് പറയുന്നത് ഒരു ലയൺ. അപ്പം ഏ ലയൺ അല്ല, ദ ലയൺ എന്ന് പറയണം. അതാ ദ ഡോഗ്. മാൻ ഈസ് മോർട്ടൽ, നോ എറർ. ഒരു തെറ്റുമില്ല, കാരണം മാനിന്റെ മുമ്പിൽ ആർട്ടിക്കിൾ വേണ്ട. പൊതുവായി പറയുമ്പോൾ ആർട്ടിക്കിൾ വേണ്ട. മാൻ, വുമൺ എന്നിവ പൊതുവായി പറയുമ്പോൾ ആർട്ടിക്കിൾ വേണ്ട. മാൻ ഈസ് എ കമ്മ്യൂണിക്കേറ്റിംഗ് ആനിമൽ. വുമൺ ഈസ് ദ ബെറ്റർ പാർട്ട് ഓഫ് മാൻ എന്നൊക്കെ പറയുമ്പോൾ നോ ആർട്ടിക്കിൾ. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ പരാമർശിച്ച് പറയുക, ദ മാൻ ഐ സോ അറ്റ് ദ ഹോട്ടൽ വാസ് എ ഡോക്ടർ. അങ്ങനെ വരുമ്പോൾ മാത്രം മാനിൻ്റെയും വുമണിൻ്റെയും മുമ്പിൽ ദാ മതി. ഞാൻ ഹോട്ടലിൽ വെച്ച് കണ്ട ആ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദ മാൻ. നെക്സ്റ്റ്, ദ പ്ലാറ്റിനം ഈസ് എ പ്രഷ്യസ് മെറ്റൽ, തെറ്റ്. ദ വേണ്ട. പ്ലാറ്റിനം, അലൂമിനിയം, ഗോൾഡ്, സിൽവർ, വാട്ടർ, ലോഹങ്ങളും വാട്ടറും മെറ്റീരിയൽ നൗൺ എന്ന് പറയും. പൊതുവായി പറയുമ്പോൾ ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയുമ്പോൾ ദാ ഉപയോഗിക്കണം. ഇപ്പോൾ ഉദാഹരണം, ഗോൾഡ് ഈസ് പ്രഷ്യസ്, നോ ആർട്ടിക്കിൾ. എന്നാൽ ഈ മോതിരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ സ്വർണം, ദ ഗോൾഡ് യൂസ്ഡ് ഇൻ ദിസ് റിംഗ് എന്നാ പറയുന്നത്. ഈ മോതിരത്തിൽ ഉപയോഗിക്കുന്ന ആ സ്വർണം, അപ്പോൾ ദാ ഉപയോഗിക്കണം. എന്നാൽ പൊതുവായി പറയുക ഗോൾഡ് ഈസ് പ്രഷ്യസ്, നോ ആർട്ടിക്കിൾ. ഇവിടെ പ്ലാറ്റിനോ എന്ന് മാത്രം മതി. എന്നാൽ എന്തിലെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന പ്ലാറ്റിനോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദ പ്ലാറ്റിനോ എന്ന് ഉപയോഗിച്ചത്. യൂസ് ദ കറക്റ്റ് പ്രിപ്പോഷൻ. സൂപ്പർ ആണ്. വേർഡ്സ് അലോങ് വിത്ത് പ്രിപ്പോഷൻ. ഹി വാസ് ആബ്സെന്റ് ഡാഷ് ദ ക്ലാസ്, ഇൻ ദ ക്ലാസ് അല്ല. അവൻ ക്ലാസ്സിൽ നിന്നും ആബ്സെന്റ് ആണ്. കറക്റ്റ് പ്രയോഗം ഫ്രം ദ ക്ലാസ്. പഠിച്ചു വെച്ചോണം. ദ പ്രപ്പോസൽ വാസ് അക്സെപ്റ്റബിൾ ഡാഷ് മീ. അക്സെപ്റ്റബിളിന് ശേഷം ഒരു പേഴ്സൺ വരികയാണെങ്കിൽ, ഒരാളോട് അക്സെപ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ടു ആ. ഒരു വ്യക്തിയോടാ, അപ്പം അക്സെപ്റ്റബിൾ ടു മീ, ടു ഹിം, ടു ഹർ അങ്ങനെ പറയുന്നത്. അക്സെപ്റ്റബിളിന് ശേഷം ടു പ്ലസ് പേഴ്സൺ. ദ മിനിസ്ട്രി വാസ് അക്കമ്പനിഡ്. അക്കമ്പനിഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രപ്പോഷൻ ബൈ. നെക്സ്റ്റ്, വേർഡ്സ് അലോങ് വിത്ത് പ്രപ്പോഷനാണ്. ദ പ്രിസണർ വാസ് അക്യൂറ്റഡ് ഡാഷ് ദ ചാർജ്. അക്യൂസ്, അക്യൂറ്റഡ്. അക്യൂസ്, അക്യൂറ്റഡ് ഈ വാക്കുകൾക്ക് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രപ്പോഷൻ ഓഫ്. അക്യൂറ്റഡ് വന്നാലും അക്യൂസ്ഡ് വന്നാലും ഓഫ്. ഞാൻ വേഗത്തിൽ പറയുന്നതേ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇത്തിരി വേഗത്തിൽ. നിങ്ങൾ ക്ഷമിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടാൽ മതി. ഷി ഹാസ് ഗ്രേറ്റ് അഫെക്ഷൻ ഡാഷ് ദ ബേബി. ആ കൊച്ചിനോട് ഭയങ്കര അഫെക്ഷൻ ഉണ്ട്. ഫോർ ദ ബേബി എന്നാണ് പറയുന്നത്. അഫെക്ഷൻ ഫോർ. ഷീ ടേക്സ് ഡാഷ് ഹർ ഫാദർ. അവൾ അവളുടെ അച്ഛൻ്റെ കൂട്ടിരിക്കുന്നു. അച്ഛൻ്റെ മുഖസാദൃശ്യമുണ്ട്. രണ്ട് ഫ്രൈസിലോർമുണ്ട് ഇംഗ്ലീഷിൽ, ടേക്ക് ആഫ്റ്ററും ലുക്ക് ആഫ്റ്റർ. പഠിച്ചോണം, ഇനിയും ആവർത്തിക്കാം. ടേക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ റിസംബിൾ, സാമ്യം തോന്നിക്കുക. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ ടേക്ക് കെയർ ഓഫ്. ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക എന്ന് പറയും. ടേക്സ് ആഫ്റ്റർ, റിസംബിൾ, ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ഓഫ്. യു ഷുഡ് എയിം ഡാഷ് എ ഫസ്റ്റ് ക്ലാസ്. ഒരു കാര്യത്തിൽ എയിം ചെയ്യുന്നു എന്ന് പറയുമ്പം എയിം അറ്റ. എയിമിന് ശേഷം ഉപയോഗിക്കുന്ന പ്രപ്പോഷൻ അറ്റ. എയിം അറ്റ് എ ഫസ്റ്റ് ക്ലാസ്. ദ ന്യൂ ബഡ്ജറ്റ് എയിം അറ്റ്, അറ്റാണ്. ഗുഡ് അറ്റ്, ക്ലവർ അറ്റ്, എയിം അറ്റ്. ഒരു കാര്യത്തിന് നല്ലതാണെന്നും ബുദ്ധിമാനാണെന്നും ഒക്കെ പറയുമ്പോഴും അറ്റ ഉപയോഗിക്കുന്നത്. ഹീ ഈസ് ഗുഡ് അറ്റ് ഗ്രാമർ, ഹീ ഈസ് ഗുഡ് അറ്റ് ഫിസിക്സ്, ഹീ ഈസ് ക്ലവർ അറ്റ് സയൻസ്. അത്രയേ ഉള്ളൂ. ഡോണ്ട് ബി ആംഗ്രി ഡാഷ് ബി. ഒരു വ്യക്തിയോട് ദേഷ്യം തോന്നിയാൽ വിത്ത്. ഒരു കാര്യത്തോട് ദേഷ്യം തോന്നിയാൽ ആംഗ്രി അറ്റ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു, യു ആർ ആംഗ്രി വിത്ത് മീ. യു ആർ ആംഗ്രി വിത്ത് യുവർ ഹസ്ബൻഡ്. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവത്തോട് ദേഷ്യം തോന്നുന്നു, യു ആർ ആംഗ്രി അറ്റ് മൈ ബിഹേവിയർ. ഇതാ നടക്കുന്നത്. ടീച്ചർ വാസ് ആംഗ്രി അറ്റ് ഹിസ് ബിഹേവിയർ. അവൻ്റെ സ്വഭാവത്തോടാ, അവനോടല്ല. ഒരാളോട് ദേഷ്യം തോന്നിയാൽ ആംഗ്രി വിത്ത്. ഒരു കാര്യത്തോട് ദേഷ്യം തോന്നിയാൽ ആംഗ്രി അറ്റ്. എഴുതി വെച്ച് പഠിക്കണം. ആംഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി അറ്റ് സംതിങ്. ഐ വുഡ് റാദർ ഡാഷ് എ കപ്പ് ഓഫ് ടീ. റൂൾ അറിയാവോ? വുഡ് റാദറിന് ശേഷം ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് പഠിപ്പിക്കുകയാണ്, അല്ലാതെ ടോപ്പിക്ക് പഠിപ്പിക്കുകയല്ല.
ഉടനെ ഡാഷ് വന്നാൽ V1 വെർബിൻ്റെ ബേസ്. എന്നാൽ വുഡ് റാദറിന് ശേഷം 2 റൂളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നിട്ട് ഡാഷ് വന്നാൽ V2. ഒന്ന് മനസ്സിലാക്കിയേ. വുഡ് റാദറിന് ശേഷം ഉടനെ ഡാഷ് അടക്കുകയാണെങ്കിൽ വെർബിൻ്റെ ബേസ് ഫോം. വുഡ് റാദറിന് ശേഷം ഒരു സബ്ജക്റ്റ് വന്നിട്ട് ഡാഷ് അടക്കുന്നെങ്കിൽ V2. വുഡ് റാദറിന് ശേഷം ഉടനെ ഡാഷ് അടക്കുന്നു, ഏതെഴുതും? ലൈക്കാണോ ലൈക്ക്. കണ്ടോ? എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വുഡ് റാദറിന് ശേഷം സബ്ജക്റ്റ് വന്നിട്ട് ഡാഷ് വന്നിരിക്കുന്നു, V2 പാസ്റ്റ് വെൻറ്റ്. ഐ വുഡ് റാദർ ഗോ എന്നാൽ ഐ വുഡ് റാദർ യു വെൻറ്റ് എന്ന് പറഞ്ഞേ. ഐ വുഡ് റാദർ ഉടനെ ഡാഷ് വരുന്നു, ഗോ. ഐ വുഡ് റാദർ യു വെൻറ്റ്. ഐ ആം നോട്ട് അക്കസ്റ്റംഡ് ടു. അക്കസ്റ്റംഡ് ടു എന്ന് പറയുന്ന പ്രയോഗത്തിന് ശേഷം ING ഉപയോഗിക്കണം. ING ഏതൊക്കെ വാക്കിന് ശേഷമാ? വുഡ് യു മൈൻഡ് ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, ഒബ്ജക്റ്റഡ് ടു, അക്കസ്റ്റംഡ് ടു, ഇൻസിസ്റ്റഡ് ഓൺ. ഈ പ്രയോഗങ്ങൾക്ക് എല്ലാ ശേഷം ING ഉപയോഗിക്കണം. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ? ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു. ഹി കെയിം ഹിയർ വിത്ത് എ വ്യൂ ടു കില്ലിങ് യു. ഹി ഒബ്ജക്റ്റഡ് മീ ടു സ്മോക്കിംഗ്. ഐ ആം അക്കസ്റ്റംഡ് ടു വാക്കിംഗ്. ഹി ഇൻസിസ്റ്റഡ് മീ ഓൺ പ്ലേയിങ് വയലിൻ. ഒന്ന് പഠിച്ചു വെച്ചോ, 1 മാർക്ക് കിട്ടും. അക്കസ്റ്റംഡ് ശേഷം ING ജെറണ്ടാണ്. ഗിവിങ്. ഹി ഈസ് അക്കസ്റ്റംഡ് ടു, അതേ ചോദ്യം തന്നെ പറ. ടെല്ലിങ്, ING ആണ്. ഇൻസെയിൻ മീൻസ്, സെയിൻ എന്ന് വെച്ചാൽ ബോധമുള്ള, ഭ്രാന്തില്ലാത്ത. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻസെയിൻ. സെയിൻ ബോധമുള്ള, ഇൻസെയിൻ ബോധമില്ലാത്ത, മാഡ്. ഇൻസെയിൻ്റെ മീനിങ് സിനോണിം. ബോത്ത് മിസ്റ്റർ ആനന്ദ് ആൻഡ് ഹിസ് വൈഫ് ഡാഷ് ടീച്ചേഴ്സ്. ബോത്ത് ആൻഡ് ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്താൽ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും എന്ന് പറഞ്ഞേ. ബോത്ത് ആൻഡ് ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്താൽ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. 6 മാത്രമേ ഉള്ളൂ പ്ലൂറൽ, ബാക്കിയെല്ലാം സിംഗുലറാണ്. ഇതാ ശരി. ഈസും വാസ് ഹാസ് സിംഗുലറാ. 6 ശരി. അനഘ വിസിറ്റഡ് ചെന്നൈ ലാസ്റ്റ് ഇയർ. ക്വസ്റ്റ്യൻ ആകെ വീണ്ടും. വിസിറ്റഡ് സഹായക്രിയ ഇല്ല, ഡിഡ് കിട്ടും. ഇനി ഉത്തരം പറ. ഡിഡിൻഡ് ഷീ. അനഘ ഷീ ആണ്, വിസിറ്റഡ് ഡിഡ് പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ആക്കണം, ഡിഡിൻഡ് ഷീ. നെക്സ്റ്റ്. അഞ്ജന ഈസ് ഫോൺ ഡാഷ് മ്യൂസിക്. പറ. ഫോണ്ടിന് ശേഷം ഓഫ് എഴുതി വെച്ചു. ഫോണ്ടിനെസ്സിന് ശേഷം 4. ഫോണ്ടിന് ശേഷം ഓഫും ഫോണ്ടിനെസ്സിന് ശേഷം 4ഉം ഇങ്ങനെ പഠിച്ചു വെച്ചോണം. അടുത്തത് സിമ്പതി വിത്ത്. സിമ്പതിക്ക് ശേഷം വിത്ത് അല്ല, സിമ്പതി ടു. സിമ്പതിക്ക് ശേഷം 2. സിമ്പതൈസ്ഡ് വെർബ. സിമ്പതൈസ്ഡ് വിത്ത്. സിമ്പതറ്റിക്. സിമ്പതറ്റിക് ടു. ഒന്നുകൂടെ പറയാം. സിമ്പതി 4 സിമ്പതി 4, സിമ്പതൈസ്ഡ് വിത്ത്, സിമ്പതറ്റിക് ടു. ഈ സിമ്പതൈസ്ഡ് ഇപ്പൊ ചോദിച്ചതാ പരീക്ഷയ്ക്ക്. സിമ്പതിയാണ് വരുന്നതെങ്കിൽ 4, സിമ്പതറ്റിക് വന്നാൽ 2, സിമ്പതൈസ്ഡ് വന്നാൽ വിത്ത്. ഒന്നുകൂടെ പറഞ്ഞേ, ഞാൻ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയല്ലേ. സിമ്പതി 4, സിമ്പതറ്റിക് 2, സിമ്പതൈസ്ഡ് വിത്ത്. ഫോണ്ട് ഓഫ്, ഫോണ്ടിനസ് 4. ദ ചീഫ് മിനിസ്റ്റർ ഡാഷ് ദ ഗവർണർ യെസ്റ്റർഡേ. ഒരു വ്യക്തിയെ സന്ദർശിക്കുകയാണെങ്കിൽ കാൾ ഓൺ, വിസിറ്റ് എ പേഴ്സൺ. ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ കാൾഡ് അറ്റ്. ഗവർണർ ഒരു വ്യക്തിയാണ്, കാൾഡ് ഓൺ. എന്നാൽ ഡൽഹി ആയിരുന്നെങ്കിലോ ദ ചീഫ് മിനിസ്റ്റർ കാൾഡ് അറ്റ് ഡൽഹി എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിയെ സന്ദർശിക്കുകയാണെങ്കിൽ കാൾഡ് ഓണും, ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ കാൾഡ് അറ്റ്. ഇഫ് യു അക്സെപ്റ്റ് മൈ ഡാഷ് യു വിൽ സീ എ ഡോക്ടർ. എൻ്റെ ഉപദേശം നീ സ്വീകരിച്ചാൽ. ഉപദേശം നൗണാണ്. അഡ്വൈസും ഉണ്ട്, അഡ്വൈസും ഉണ്ട്. എസ് വരുന്നത് വെർബും സി വരുന്നത് നൗണുമാണ്. ഇതുപോലെ തന്നെ പ്രാക്ടീസും ചോദിക്കാം. എസ് വരുന്ന വെർബ് പ്രാക്ടീസ് ചെയ്യുക എന്നർത്ഥം. എന്നാൽ പ്രാക്ടീസ് എന്ന് പറയുമ്പം പരിശീലനം, അത് നൗണാ. സി വരുന്നത് എപ്പോഴും നൗണ്. ഇവിടെ എൻ്റെ ഉപദേശം നീ സ്വീകരിച്ചാൽ ഉപദേശം നൗണാ, അപ്പോൾ സി ആ വരണ്ടേ. ആൻസർ അഡ്വൈസ്, സി. രാജു ഈ സോറി ഡാഷ് വാട്ട് ഹിയർ. സോറിക്ക് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോസ് സോറി ഫോർ. സോറി ഫോർ, ഐ ആം സോറി ഫോർ വാട്ട് ഐ ഹാവ് ഡൺ. നെക്സ്റ്റ്. ഹി യൂഷ്വലി ഡാഷ് ഹിയർ എവരി സൺഡേ. യൂഷ്വലി വന്നാൽ V1 സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് V1. കംസും ഉണ്ട്, കമ്മും ഉണ്ട്. കമ്മ ഇവിടെ വന്നില്ല, ഹി ആകുമ്പോൾ കംസ്. ഹി സിംഗിൾ ആയിട്ട് കംസ്.
യൂഷ്വലി, ഹബിച്വലി, റെയർലി, എവരി, ഓഫൺ ഈ വാക്കുകളൊക്കെ വന്നാൽ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റൻസാണ്. യൂഷ്വലി, ഹബിച്വലി, എവരി, റെയർലി, ബെയർലി അങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾ. സെൽഡം, ഓഫൺ, V1 കമ്മും കംസും വരാം, ഹീയുടെ കൂടെ കംസ്. ഡാഷ് പേഷ്യൻ്റ് വാസ് ഗിവൻ ഡാഷ് ഇഞ്ചക്ഷൻ. ആർട്ടിക്കിളാ. ആ പേഷ്യൻറ്റിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ആ പേഷ്യൻറ്റ്, ദ പേഷ്യൻറ്റ്, ഒരു ഇഞ്ചക്ഷൻ, ആൻ ഇഞ്ചക്ഷൻ. ദ പേഷ്യൻറ്റ് വാസ് ഗിവൻ ആൻ ഇഞ്ചക്ഷൻ. നോബഡി ഡാഷ് പെർമിറ്റഡ് ടു എൻ്റർ ദ തിയേറ്റർ സോ ഫാർ. നോബഡി, വണ്ണ് ബഡി വരുന്ന വാക്കുകൾ. സമ്മൺ, സംബഡി, നോവൺ, നോബഡി, എനിവൺ, എനിബഡി, നൺ എപ്പോഴും സിംഗുലറാണ്. ഒറ്റ സിംഗുലറേ ഉള്ളു, ബാക്കിയെല്ലാം പ്ലൂറലാണ്. നോക്ക്, ഹാവ്, വേർ, ആർ, എസ് വരുന്ന സിംഗുലർ. ഹാസ് ബീൻ. നോബഡി സിംഗുലറാണ്. ആനന്ദ് ഈസ് ദ ഡാഷ് ബോയ് ഇൻ ദ ക്ലാസ്. ദായ്ക്ക് ശേഷം എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രി. ദ ടാളസ്റ്റ്. ടാളറിന് ശേഷം ദാൻ വരും, അത് പഠിച്ചോണം. ദാ വരത്തില്ല, മുമ്പിൽ ദാ വരത്തില്ല. ദ ടാളസ്റ്റും ടാളർ ദാനും. ആൻസർ ദ ടാളസ്റ്റ്. ദ കോൺട്രാക്ടർ ഡാഷ് ദ വർക്ക് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. ആണ്ടാ വന്നേക്കുന്നത് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ. വിൽ ബി ING, വിൽ ഹാവ് V3 ഇല്ല തേന്ന് പറ. ഇതിനകത്ത് വിൽ ഹാവ് V3 മാത്രമേ ഉള്ളൂ. കോൺട്രാക്ടർ ഈ വർഷം അവസാനം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ അവസാനിക്കാൻ പോകുന്നൊരു വർക്ക്. നെക്സ്റ്റ്, എവരിബഡി ഹാസ് ഗോട്ട് എ പാസ് മാർക്ക്. എവരിബഡി ഹാസ്, അവിടെ മുമ്പേ നമ്മൾ ചെയ്തതാ. വാസ് വരുന്ന പോലെ തന്നെ ഹാസ്. എവരിബഡിയുടെ കൂടെ ദേയാ. ഹാസിൻ്റെ ദേ നമ്മൾ ഇങ്ങനെ എഴുതും, ഹാസിൻ്റെ ദേ. ഉത്തരം എങ്ങനെ കിട്ടും? പക്ഷെ തെറ്റാ. ഹാസ് ഹാവ് ആക്കണം. എന്തുകൊണ്ട് ദേയുടെ കൂടെ ഹാസ് ചേരത്തില്ല. ഹാവിൻ്റെ ദേ. എവരിബഡി വന്നാൽ ദേയാ. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡ്രഗ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ മെഡിസിൻ. ഡ്രഗ്സിനെ കുറിച്ചും അവയുടെ മരുന്നുകളെക്കുറിച്ചും അവയുടെ മെഡിസിനിലുള്ള ഉപയോഗത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേര് ഫാർമക്കോളജി. എന്താണ്? ഫാർമക്കോളജി. സി ആണ്. ദ ഓപ്പോസിറ്റ് ഓഫ് സ്ക്രപ്പുലസ്. സ്ക്രപ്പുലസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ. ശ്രദ്ധാലുവിനെയാണ് സ്ക്രപ്പുലസ് എന്ന് പറയുന്നത്. ഇനി പറ ഉത്തരം. കെയർലെസ്. ഓപ്പോസിറ്റാണ് ചോദിച്ചേക്കുന്നത്. ദ പ്രിൻസിപ്പൽ ഡിക്ലെയർഡ് ദാറ്റ് ടുമോറോ ഡാഷ് എ ഹോളിഡേ. പ്രിൻസിപ്പൾ എന്തായിരിക്കും പറഞ്ഞത്? നാളെ ഒരു ഹോളിഡേ ആണ്. പ്രിൻസിപ്പൾ എന്താ പറഞ്ഞത്? ടുമോറോ വിൽ ബി എ ഹോളിഡേ. പക്ഷേ അത് റിപ്പോർട്ടർ സ്പീച്ചിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വിൽ എന്തോ വുഡാവും. മനസ്സിലായോ? ഇപ്പം പ്രിൻസിപ്പൾ പറയുക ടുമോറോ വിൽ ബി എ ഹോളിഡേ. അതാണ് പ്രിൻസിപ്പൾ പറഞ്ഞത്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുക. അപ്പോൾ വിൽ എന്തോ വുഡാവും. പ്രിൻസിപ്പൾ ഡിക്ലെയർഡ് ദാറ്റ് ടുമോറോ വുഡ് ബി എ ഹോളിഡേ. വില്ല് വുഡായത് എന്തുകൊണ്ടാണ്? അത് റിപ്പോർട്ടർ സ്പീച്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ്. നെക്സ്റ്റ്, ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ ഗിവൻ മെഡിസിൻ ഡാഷ് എർ ഫീവർ. അതായത് മെഡിസിൻ കൊടുക്കുന്നത് പനി കുറയുക. ബ്രിങ് ഡൗൺ. ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ അർത്ഥം റെഡ്യൂസ്. പഠിച്ചു വെച്ചോണം. ടു ബ്രിങ് ഡൗൺ, റെഡ്യൂസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? പീഡിയാട്രീഷ്യൻ. എപ്പോഴും പിക്ക് ശേഷം AE. ഇത് നോക്കിയാൽ മതി. പീഡിയാട്രീഷ്യൻ സ്പെല്ലിങ് AE. ആർക്കിയോളജി എഴുതുമ്പോൾ ARCHAE എന്ന ആർക്കിയോളജി. ഈ രണ്ട് വാക്കും പഠിച്ചു. AE ഉള്ള ഒരെണ്ണേ ഉള്ളൂ. A കഴിഞ്ഞ് E. അതാണ് പീഡിയാട്രീഷ്യൻ. ഇവിടെ തിരിച്ചാ. നെക്സ്റ്റ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. ഹാർഡ് പ്ലസ് V3 വന്നാൽ, ഈഫിന് ശേഷം ഹാർഡ് പ്ലസ് V3 വന്നാൽ അപ്പുറത്ത് വുഡ്, ഷുഡ്, കുഡ്, ഹാവ് പ്ലസ് V3. ഇനി പറ. ഇതാ നടക്കുന്നു. വുഡ് ഹാവ് പാസ്റ്റ്. മൂന്നാമത്തെ കണ്ടീഷൻ, ഈഫിന് ശേഷം ഹാർഡ് പ്ലസ് V3 വന്നാൽ അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3. കമല ഈസ് എ ടൈപ്പിസ്റ്റ് ഡാഷ് ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി. ഒരു സ്കൂള്, ലൈബ്രറി എന്നൊക്കെ പറയുമ്പം അവിടെ ജോലി ചെയ്യുന്നത് പറയുമ്പം അറ്റ് ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി. അത് അഡ്രസ്സാണ്. അതുകൊണ്ടാണ് അറ്റ് വരുന്നത്. ഇന്ന് പറയത്തില്ല. നെക്സ്റ്റ്, ഡു വി ഹാവ് ഡാഷ് ഫോർ എ ഫോർട്ട് നൈറ്റ്. ഇനഫായിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ സഫിഷ്യൻറ്റ്. മെനി അല്ല, എനിയല്ല, സഫിഷ്യൻറ്റ്. ഡു വി ഹാവ് സഫിഷ്യൻറ്റ് ഫോർ എ ഫോർട്ട് നൈറ്റ്. ഹി കംസ് ഹിയർ നൗ ആൻഡ് ദെൻ. നൗ ആൻഡ് ദെൻ വല്ലപ്പോഴും വരും എന്ന് പറയുമ്പം ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി, ആൾവേസ്, സഡൻലി. ഒക്കേഷണലി, ഇടവിട്ട്. നൗ ആൻഡ് ദെൻ, ഒക്കേഷണലി. മൈ ഫ്രണ്ട് ഈസ് ഗുഡ് അറ്റ് ഹിന്ദി ബട്ട് ഹി ഈസ് വീക്ക്. ഇതില്ല, ഡാഷ് ഗ്രാമർ. വീക്ക് ഡാഷ് ഗ്രാമർ. ഒരാളൊരു കാര്യത്തിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ഗുഡ് അറ്റ് എന്ന് ഉപയോഗിക്കും. എന്നാൽ അവൻ വീക്കാണെന്ന് പറയുമ്പം വീക്ക് ഇൻ എന്ന് ഉപയോഗിക്കും. എഴുതി വെച്ച് പഠിച്ചു. ഗുഡ് അറ്റ് ഗ്രാമർ, വീക്ക് ഇൻ ഗ്രാമർ. അത്രയേ ഉള്ളൂ. ഹി ഈസ് ആൾവേസ് ഒബ്സസ്ഡ് ഡാഷ് മണി. ഒബ്സസ്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രപ്പോഷൻ വിത്ത്. ഒബ്സസ്ഡ് വിത്ത്. കൺഗ്രാജുലേറ്റ് ഓൺ, അഫ്രൈഡ് ഓഫ്, കൺസിസ്റ്റ് ഓഫ്, ഫോണ്ട് ഓഫ്, ഫോണ്ട്നെസ് ഫോർ. വൺ ഹു കോപ്പീസ് ഫ്രം അതർ റൈറ്റേഴ്സ്. മറ്റുള്ളവരുടെ എഴുത്തുകാരുടെ കോപ്പി അടിക്കുന്നത്. പ്ലഗേറിസം, പ്ലഗേറിസ്റ്റ്. കോപ്പി അടിക്കുന്നത്. സാഹിത്യ ചോരണം എന്ന് മലയാളത്തിൽ പറയും. നെക്സ്റ്റ്,
പ്ലീസ് ചെക്ക് ഡാഷ് ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. ആരാണ് പുറത്ത് നോക്ക് ചെയ്യുന്നത്? ആരെയാണോ? ഹും ആരെയാണോ? ഹൂസ് ആരുടെയാണോ? വിച്ച് ഏതാണോ? ഹു ആരാണോ? ആരാണോ എന്നാ വരണ്ടേ. അല്ലെങ്കിലും വെർബ് വന്നു കഴിഞ്ഞാൽ ഹൂവാ. ആരാണ് പുറത്ത് നോക്ക് ചെയ്യുന്നത്? സുനിത ഡിഡ് നോട്ട് ഹാവ് ഡാഷ് മണി ടു ബൈ എ ബുക്ക് ഓഫർ ചോയ്സ്. മേടിക്കാനുള്ള ആവശ്യത്തിനുള്ള പണമില്ല. സഫിഷ്യൻറ്റ് മണി. സഫിഷ്യൻറ്റ് ഇപ്പം 2 ഉത്തരവായിട്ട് വന്ന്. സഫിഷ്യൻറ്റ്. ദ ബോയ് ഈസ് ക്രൈയിങ് ഡാഷ് ഹി ഈസ് ഹംഗ്രി. അവന് വിശപ്പുള്ളത് കൊണ്ടാണ് അവൻ കരയുന്നത്. ഫോർ ആണോ ബിക്കോസ് ആണോ? ഫോറും ബിക്കോസും ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ബിക്കോസ്. ദ ബോയ് ഈസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഈസ് ഹംഗ്രി. ഷീ അല്ലല്ലോ, ഹീ വരണ്ട, സോറി, ബോയ് അല്ലേ. ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ് മെഴ്സൻട്രി എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഇതാ നടക്കുന്നത്. MERCENARY. മെഴ്സൻട്രി. നെക്സ്റ്റ്. ദ ലാൻഡ് ലോർഡ് തോട്ട് ദാറ്റ് ഹി കുഡ് കീപ് ഹിസ് ടെനൻസ് ഇൻ പെർപ്പച്വൽ ബോണ്ടേജ്. ബോണ്ടേജ് മീൻസ് ലാൻഡ് ലോഡ് എന്നൊക്കെ പറയുമ്പോൾ ബോണ്ടേജ് എന്തുമായിരിക്കും? അടിമത്തം, സ്ലേവറി. വൺ ഹു ഹേറ്റ്സ് വിമൻ. പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്തവനെ മിസോജിനിസ്റ്റ്. മിസോജിനിസ്റ്റ്. നെക്സ്റ്റ്. പെട്രോൾ ഈസ് ഹൈലി ഡാഷ് ലിക്വിഡ്. തീ കത്താൻ സഹായിക്കുന്ന. ഇൻഫ്ലാമബിൾ. നെക്സ്റ്റ്. ദ ഓപ്പോസിറ്റ് ഓഫ് ടൈം. ടൈമിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ടൈമിന്റെ ഓപ്പോസിറ്റ് വൈൽഡ്. നെക്സ്റ്റ്. എഫിക്കേഷ്യസ്. എഫിക്കേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വെൽ അഡാപ്റ്റഡ്, ലൈക്ലി ടു ക്യാച്ച് ഫയർ, പ്രൊഡ്യൂസിങ് ദ ഡിസൈഡ് റിസൾട്ട്. എഫിക്കേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, കറക്റ്റ് അർത്ഥം, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് തരുന്ന. പ്ലീസ് ബൈ എ ബുക്ക് ഫോർ ഡാഷ്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പ്ലീസ് ഗീവ് മീ എ ബുക്ക് ഫോർ മീ എന്നല്ലയോ പറയുന്നത്? മീ എന്നാണോ ഐ എന്നാണോ പറയുന്നത്? എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഫോർ മീ. പ്ലീസ് ഡു ഇറ്റ് ഫോർ മീ എന്നല്ലയോ പറയുന്നത്? ഫോർ ഐ എന്ന് പറയും. ഇല്ല, ഇനി ഉത്തരം കണ്ടുപിടിക്കും. ഷീയും ഐയും വരത്തില്ല, ഹെറും ഐയും വരത്തില്ല, ഷീയും ഐയും, മീയും ഹെറും. പ്ലീസ് ബൈ എ ബുക്ക് ഫോർ മീ. പൊസസീവ് പ്രോനൗൺ അവിടെ വരണ്ടേ. നെക്സ്റ്റ്. എ ഡാഷ് ഓഫ് ഫൂൾസ്. വോൾസ് അറിയാവോ? വോൾസ്, ഡോഗ്സ്, കാർഡ് ചീട്ട്, കാർഡ്സ്, ഇവയുടെ അല്ല ഹൂണ്ട് വേട്ടപ്പട്ടി, പട്ടിവർഗത്തിൽപ്പെട്ട എല്ലാം, പിന്നെ കാർഡ്സ്. ഇവയുടെ കളക്റ്റീവ് പാക്കാണ്. ഇവയുടെ കളക്റ്റീവ് പാക്കാണ്. പാക്ക്. പാക്ക് ഓഫ് ഫൂൾസ്. കളക്റ്റീവിനാണ് പാക്ക് ഓഫ് ഫൂൾസ്. ഗ്യാങ് തീവ്സ. ഹെർഡ് ക്യാറ്റില. ടീം ഓക്സൻ അല്ലെങ്കിൽ ടീം ഓഫ് പ്ലേയേഴ്സ്. ഇറ്റ് ഈസ് ഐ ഹൂ ഡാഷ് ദ ഡിഫാൾട്ടർ. ഈ റൂൾ അറിയാവോ? റിലേറ്റീവ് പ്രോനൗണിന്റെ റൂളാണ്. റിലേറ്റീവ് പ്രോനൗണിന് ശേഷം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ചോദിച്ചാൽ തൊട്ട് മുമ്പ് ഇടുന്ന സബ്ജക്റ്റ്. ഇതിനനുസരിച്ചുള്ള വെർബ് ഇടണം. ഹൂ, ഹുസ്, ഹും, വിച്ച്, ദാറ്റ്, വെയർ, വെൻ, വൈ. ഇവയ്ക്ക് ശേഷം ഡാഷ് വന്നു. തൊട്ട് മുമ്പ് ഇടുന്ന സബ്ജക്റ്റ് ഐ. ഐക്ക് പറ്റിയ വെർബ് ഐ ആം. ഇറ്റ് ഈസ് ഐ ഹൂ ആം ദ ഡിഫാൾട്ടർ. ഓൺലി ഡാഷ് സ്റ്റുഡൻസ് രജിസ്റ്റേർഡ് ദംസെൽസ് ഫോർ നാഷണൽ ഗെയിംസ്. ഓൺലി ഡാഷ് സ്റ്റുഡൻസ്, വളരെ കുറച്ച് പേര് മാത്രമേ രജിസ്റ്റർ. ഓൺലി ദ ഫ്യൂ സ്റ്റുഡൻസ് ആണോ എ ഫ്യൂ സ്റ്റുഡൻസ് ആണോ? ഒള്ളി കഴിഞ്ഞാൽ പിന്നെ ദ ഫ്യൂ വേണ്ട, എ ഫ്യൂ മതി. വളരെ കുറച്ച് പേര്. എ വേർഡ് ഓർ ഫ്രേസ് ഓർ സെന്റൻസ് ദാറ്റ് റീഡ്സ് ലൈക്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. എങ്ങനെ എഴുതിയാലും തിരിച്ചു. മലയാളം അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും മലയാളം. അതുപോലുള്ള വാക്കുകളെ വിളിക്കുന്ന പേര് പാലിൻഡ്രോ. എന്തുവാ? പാലിൻഡ്രോ. മലയാളം. മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, കനക. തിരിച്ചു വായിച്ചാലും കനക. നെക്സ്റ്റ്. ഹീസ് ആൻ ഓണസ്റ്റ് മാൻ ഡാഷ് ഐ നോ. അൺലെസ് ഐ നോ, ആസ് ഫാർ ആസ് ഐ നോ, ബിഫോർ ഐ നോ, അണ്ടിൽ ഐ നോ. ഞാൻ അറിയുന്നത് വരെ, ഞാൻ അറിയുന്നതിന് മുമ്പ്, ഞാൻ അൺലെസ് ഒരിക്കലും വരത്തില്ല. ആസ് ഫാർ ആസ്, ഞാൻ അറിഞ്ഞെടുത്തോളം, അതാണ് ആസ് ഫാർ ആസ്. ഹീസ് ആൻ ഓണസ്റ്റ് മാൻ ആസ് ഫാർ ആസ് ഐ നോ. ഞാൻ അറിഞ്ഞെടുത്തോളം അവനൊരു നല്ല മനുഷ്യനാണ്. ഇൻപാൽപ്പബിൾ മീൻസ് നോട്ട് ഈസിലി ഗ്രാസ്ഡ് ബൈ ദ മൈൻഡ്, നോട്ട് സ്യൂട്ടബിൾ ടു ബി ഈറ്റൺ, നോട്ട് ലൈക്ലി ടു ഹാപ്പൻ, നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ അത്. ഇൻപാൽപ്പബിൾ. ഇൻപാൽപ്പബിൾ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? മറ്റുള്ളവർക്ക് എന്താണ്? നോട്ട് ഈസിലി ഗ്രാസ്ഡ് ബൈ ദ മൈൻഡ്, പെട്ടെന്ന് മനസ്സിന് പിടികിട്ടാത്ത, അതാണ് ഇൻപാൽപ്പബിൾ. നെക്സ്റ്റ്. ഹി പെരിഷ്ഡ് ഡാഷ് ഹിസ് പോയിന്റ്. ടു എംഫസൈസ് ഹിസ് പോയിന്റ്, ടു ബി എംഫസൈസ്ഡ് ഹിസ് പോയിന്റ്, എംഫസൈസ്ഡ് എംഫസൈസ് ഹിസ് പോയിന്റ്. പെരിഷ്ഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ING ഉപയോഗിക്കണം. എംഫസൈസിങ്. എംഫസൈസിങ് ഹിസ് പോയിന്റ്. അപ്പോയിന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിസപ്പോയിന്റ് അല്ല, ഡിസ്മിസ്. അപ്പോയിന്റ് ചെയ്തു, ഡിസ്മിസ് ചെയ്തു. ഇറ്റ് ഈസ് എ ബിഗ് ഫാക്ടറി, 500 people ഡാഷ് ദെയർ. ഈസ് എംപ്ലോയിഡ്, ഹാസ് എംപ്ലോയിഡ്, ആർ എംപ്ലോയിഡ്, നൺ ഓഫ് ദിസ്. അളവ്, തുക, ഉയരം, ഭാരം അല്ല. 500 people എന്ന് പറയുമ്പം ഒത്തിരി പേരുണ്ട്. പീപ്പിൾ പ്ലൂറല. ഇനി പറ. ഈസ് വരത്തില്ല, ഹാസ് വരത്തില്ല, നൺ ഓഫ്. ആർ എംപ്ലോയിഡ് ഹിയർ.
500 people are employed. Last question. John's grandmother died recently. Dash the age. In the age, dash the age of 79. At the age. വയസ്സ് കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ അറ്റാണ്. ഹി ഡൈഡ് അറ്റ് 79. അങ്ങനെ പറഞ്ഞാലും കറക്റ്റ്. അറ്റ് ദ ഏജ് ഓഫ് 79 പറഞ്ഞാൽ കറക്റ്റാണ്. ഓക്കെ, 75 ചോദ്യങ്ങൾ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നല്ല വേഗത്തിലാണ് പോയത്. പരീക്ഷയ്ക്ക് മുമ്പ് ഇത്രയെങ്കിലും തരണം എന്നുള്ളതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പോയത്. ക്ലാസ് ഒന്നും കൂടെ കണ്ടാൽ മതി. ഞാൻ എല്ലാം പറയുന്നുണ്ട്, പോയിന്റും ടിപ്സും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഒറ്റ തവണ പറഞ്ഞുള്ളതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടട്ടെ. എല്ലാ ആശംസകളും. ഇനിയും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷ് സെറ്റാക്കി തരാം. പരീക്ഷ കഴിയുമ്പം നമ്മുടെ എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് വളരെ എളുപ്പമായിരിക്കും. യൂട്യൂബിലൂടെ കൂടുതൽ ക്ലാസ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞ് വന്ന് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. എല്ലാവിധ ഭാഗങ്ങളും. പരീക്ഷ വളരെ എളുപ്പമായിരിക്കട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.